നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കി വരാം ഒറ്റനോട്ടത്തിൽ. വയനാട് ലീഗ് ഭൂമി തട്ടിപ്പിൽ നിർണായക വിവരം പുറത്ത്. കല്ലങ്കോടൻ മൊയ്തു കൈമാറിയത് തോട്ടം ഭൂമി തന്നെയെന്ന മൊഴി. താലൂക്ക് ലാൻഡ് ബോർഡ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപേ നൽകിയ മൊഴിയിലാണ് കല്ലങ്കോട് മൊയ്തു ഇക്കാര്യം വ്യക്തമാക്കിയത്. 11.27 ഏക്കർ ഭൂമി തോട്ടം ഭൂമിയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈരളി ന്യൂസിന്. വയനാട് യൂത്ത് കോൺഗ്രസ് ഫണ്ട് വിവാദത്തിൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്. യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിച്ചു മുക്കിയതായാണ് പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന പണം പിരിച്ച് പറ്റിക്കുന്നത് ശരിയല്ലെന്നും വി.കെ. സനോജ്. MSF KSU ആക്രമണത്തിനിടയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് വൻ വിജയം. മുഴുവൻ ജനറൽ സീറ്റുകളിലും SFI വിജയിച്ചു. തുടർച്ചയായ 26-ാം വർഷമാണ് SFIയുടെ വിജയം. അതേസമയം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ KSU MSF സഖ്യം ആസൂത്രണം നടത്തി. MSF KSU ആക്രമണത്തിൽ നിരവധി SFI പ്രവർത്തകർക്ക് പരുക്കേറ്റു. സംഘർഷമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് UDSF പ്രവർത്തകർ ശ്രമിച്ചതെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. MSF KSU സഖ്യം കള്ളവോട്ടിന് ശ്രമിച്ചെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിൽ MSF നാടകം പൊളിഞ്ഞു. തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ വീഡിയോ പുറത്ത്. വ്യക്തിപരമായ ആവശ്യത്തിന് ഹൊസൂരിൽ പോയതെന്ന് വിദ്യാർത്ഥി. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് മന്ത്രിസഭായോഗം അനുമതി നൽകി. അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തും. കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട 2021 ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ആക്ടിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിനുള്ള കരട് ഓർഡിനൻസും മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. ഇന്ത്യക്കുമേൽ അധിക തീരുവ ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 25% അധിക തീരുവ കൂടി ചുമത്തുന്ന ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ തുടർന്നാണ് നടപടി. ചേർത്തല തിരോധാന കേസിൽ നിർണായക വിവരം. വീടിന് മുന്നിൽ അസ്ഥിക്ക് സമാനമായ വസ്തു കണ്ടെത്തി. GPR പരിശോധനയിലാണ് കണ്ടെത്തൽ. വീടിനകത്തും മുറ്റത്തും പറമ്പിലുമായി 9 സ്പോട്ടുകൾ അടയാളപ്പെടുത്തി. 6 സ്പോട്ടുകളിലും കുഴിച്ചു പരിശോധിക്കും. ചേർത്തല പള്ളിപ്പുറം സ്ത്രീ തിരോധാന കേസിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. പ്രതിയായ സെബാസ്റ്റ്യന്റെ ഭാര്യയെ കോട്ടയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിളിച്ചുവരുത്തി മൊഴിയെടുക്കുകയാണ്. സുഹൃത്ത് റോസമ്മയെ ആലപ്പുഴ, കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ സംയുക്തമായി ചോദ്യം ചെയ്യും. കോതമംഗലത്ത് ആൺ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയത് റെഡ്ബുള്ളിൽ കളനാശിനി കലർത്തി. പ്രതി അദീനയുടെ വീട്ടിൽ റെഡ്ബുൾ ക്യാനുകൾ കണ്ടെത്തി. കോഴിക്കോട് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ് നടന്നതായി പരാതി. SFI യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ 2 +1 വിദ്യാർത്ഥികൾക്ക് പരുക്ക്. സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പരുക്കേറ്റവരുടെ കുടുംബം പോലീസിലും ചൈൽഡ് ലൈനിലും പരാതി നൽകി. മാള പുത്തൻചിറയിൽ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട ബസ്സിന് തീപിടിച്ചു. പുത്തൻചിറ മങ്കിടി ജംഗ്ഷനിലെ PCK പെട്രോൾ പമ്പിലാണ് അപകടം. ബസ് പൂർണ്ണമായും കത്തി നശിച്ചെങ്കിലും പെട്രോൾ പമ്പിലേക്ക് തീ പടരാതിരുന്നത് കൊണ്ട് വൻ ദുരന്തമൊഴിവായി. കോൺഗ്രസ് ഭരിക്കുന്ന പഴയന്നൂർ പഞ്ചായത്തിൽ വേണ്ടപ്പെട്ടവരെ കുത്തിനിറച്ച് അംഗൻവാടി വർക്കർമാരുടെ റാങ്ക് പട്ടിക. 85 പേരുള്ള റാങ്ക് പട്ടികയിൽ 1ാം റാങ്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്.
മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള റാങ്ക് പട്ടികയാണ് പഞ്ചായത്ത് തയ്യാറാക്കിയതെന്നാരോപിച്ച് പ്രതിഷേധവുമായി CPIM രംഗത്ത്. പാലിയേക്കര ടോൾ പിരിവ് ഹൈക്കോടതി 4 ആഴ്ചത്തേക്ക് തടഞ്ഞു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ഉത്തരവ്. 4 ആഴ്ചക്കകം സർവീസ് റോഡ് ഗതാഗതയോഗ്യമാക്കി യാത്രാക്ലേശം പരിഹരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. പാലിയേക്കരയിൽ 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്ത യാത്രക്കാർ 4 ആഴ്ചക്കുള്ളിൽ പണി പൂർത്തിയാക്കാനാകില്ലെന്നും യാത്രക്കാർ. പുനർഗേഹം പദ്ധതി പ്രകാരം നിർമ്മിച്ച 332 ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി നിർവഹിക്കും. ഒരു ഫ്ളാറ്റിന് 20 ലക്ഷം രൂപയാണ് ചെലവ്. സംസ്ഥാനത്തൊട്ടാകെയായി പുനർഗേഹപ്രകാരം 1200ഓളം ഫ്ളാറ്റുകളാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. അർഹരായ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും ഫ്ളാറ്റുകൾ ലഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്തു. സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടുകൂടിയ സിനിമകളിലും പരസ്യങ്ങളിലും നഗ്നതാ പ്രദർശനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിലാണ് കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തത്. കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ താക്കീതുമായി അംഗനവാടി ജീവനക്കാരുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. കേന്ദ്ര സർക്കാരിന്റെ അംഗൻവാടി ജീവനക്കാരോടുള്ള നിലപാടുകൾക്കെതിരെയും മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനങ്ങൾക്കെതിരെയുമാണ് അംഗനവാടി ജീവനക്കാരുടെ സമരം. DCC പുനഃസംഘടനയിൽ സമവായത്തിലെത്താൻ കഴിയാത്തതോടെ ദില്ലിയിൽ മാരത്തോൺ ചർച്ചകളാണ് നടക്കുന്നത്. ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പുനഃസംഘടനയിൽ തരൂരിനെ ഒപ്പം നിർത്താനാണ് സണ്ണി ജോസഫിന്റെ നീക്കം. കൊടിക്കുന്നിൽ സുരേഷ് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. KPCC പുനഃസംഘടനയിൽ അതൃപ്തിയുമായി ചാണ്ടി ഉമ്മൻ. പുനഃസംഘടനയിൽ തന്നോട് അഭിപ്രായം ചോദിച്ചിട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ MLA. അഭിപ്രായം ചോദിച്ചാൽ പറയും. കോട്ടയം DCC പ്രസിഡന്റിന്റേത് മികച്ച പ്രവർത്തനമെന്നും ചാണ്ടി ഉമ്മൻ. മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ ബാങ്കിലെ കോൺഗ്രസ് നേതാക്കളുടെ തട്ടിപ്പിനിരയായി നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തിട്ടും പ്രതികരിക്കാതെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം. നിക്ഷേപകർക്ക് തിരികെ നൽകാനുള്ള 40 കോടിയോളം രൂപയുടെ കാര്യത്തിലും കോൺഗ്രസ് നേതാക്കൾ യാതൊരു ഇടപെടലും നടത്തുന്നില്ലെന്ന് പ്രവർത്തകരുടെ പരാതി. സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്. ഡിവൈഎഫ്ഐ വിഷയം ഗൗരവത്തോടെ ഏറ്റെടുക്കുമെന്നും VK സനോജ്. ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈറിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. പ്രതി തെളിവ് ശേഖരണത്തോട് സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് പോലീസ് നടപടി. ബുജൈറിന്റെ ജാമ്യ ഹർജി കുന്ദമംഗലം മജിസ്ട്രേറ്റ് കോടതി മറ്റന്നാൾ വിധി പറയും. യൂത്ത് ലീഗ് നേതൃത്വം മയക്കുമരുന്നിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്നുവെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്. മുസ്ലിം ലീഗ് തട്ടിപ്പ് സംഘങ്ങളുടെ കേന്ദ്രമായി മാറി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇതിന് മറുപടി പറയണമെന്നും V വസീഫ്. ഉത്തരാഖണ്ഡിലെ ഉത്തർകാശിയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരം. 100ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയ ധാരാലി ഗ്രാമം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇതുവരെ 5 മരണം സ്ഥിരീകരിച്ചു.
ഉത്തരാഖണ്ഡിലേക്ക് വിനോദയാത്ര പോയ മലയാളികൾ സുരക്ഷിതരെന്ന് വിവരം. ഇവർ സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറുമായി ഉത്തരാഖണ്ഡിലെ മലയാളി സമാജം പ്രസിഡന്റ് ഫോണിൽ സംസാരിച്ചു. ഗംഗോത്രിക്ക് സമീപമാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നതെന്നും ഡിഫൻസ് സംഘം ഇവരുടെ വാഹനം ലൊക്കേറ്റ് ചെയ്തതായും കുടുംബാംഗങ്ങൾക്ക് വിവരം ലഭിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് ശമനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു. മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു. കോഴിക്കോട്, വയനാട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് അലനല്ലൂർ വെള്ളിയാർപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അലനല്ലൂർ ഏലംകുളവൻ യൂസഫിന്റെ മകൻ സാബിത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെ കലങ്ങോട്ടഗിരി ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കോഴിക്കോട് പൂനൂരിലെ യുവതിയുടെ ആത്മഹത്യ ദുരൂഹതയെന്നാരോപിച്ച് കുടുംബം. ഉണ്ണികുളം സ്വദേശി കരിങ്കാളിമ്മൽ ശ്രീജിത്തിന്റെ ഭാര്യ ജിസ്നയെ ഇന്നലെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകി. എറണാകുളം അങ്കമാലി സെന്റ് ജോർജ് ബസലിക്ക പള്ളിമുറ്റത്ത് മോഷണം. കഴിഞ്ഞ ദിവസം കുർബാനയ്ക്കായി എത്തിയവരുടെ സ്കൂട്ടറിൽ നിന്നാണ് പണം മോഷ്ടിച്ചത്. സ്കൂട്ടറുകളുടെ പിൻസീറ്റ് ലോക്ക് തുറന്നാണ് മോഷ്ടാക്കൾ മോഷ്ടിച്ചത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ധർമ്മസ്ഥലയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം. വാർത്താ ചിത്രീകരണത്തിനിടയിലായിരുന്നു കയ്യേറ്റം. യുണൈറ്റഡ് മീഡിയ യൂട്യൂബ് ചാനലിലെ അഭിഷേക്, കുണ്ട്ലാറാം പേജ് യൂട്യൂബ് ചാനലിലെ അജയ്, സഞ്ചാരി സ്റ്റുഡിയോ യൂട്യൂബ് ചാനലിലെ സന്തോഷ് തുടങ്ങിയവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയ്ക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും 15-ന് ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ സമരപ്രഖ്യാപന സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ്. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഒരാഴ്ചത്തെ സംഗമങ്ങളാണ് നടത്തുക. അനധികൃതമായി സേവനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 51 ഡോക്ടർമാരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പലതവണ അവസരം നൽകിയിട്ടും സർവീസിൽ പ്രവേശിക്കുന്നതിന് താൽപര്യം പ്രകടിപ്പിക്കാത്ത ജീവനക്കാരെയാണ് നീക്കം ചെയ്തത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ പുതിയ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഭരണാനുമതിയായി. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി വിട്ടുനൽകിയ കമ്മ്യൂണിറ്റി ഹാളിലാണ് ആശുപത്രി പ്രവർത്തിക്കുക. ആശുപത്രി സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നൽകിയത് 2.20 കോടി രൂപയുടെ ഭരണാനുമതി. ഭീകരഭീഷണി മുന്നിൽ കണ്ട് രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ സുരക്ഷ ശക്തമാക്കാൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിർദ്ദേശം. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെയുള്ള കാലയളവിൽ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് ഭീഷണി സന്ദേശങ്ങൾ വരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നീക്കം. കമൽഹാസന്റെ സിനിമകൾ ബഹിഷ്കരിക്കണമെന്ന് തമിഴ്നാട് BJP ആഹ്വാനം. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ OTT പ്ലാറ്റ്ഫോമുകളിൽ പോലും കാണരുതെന്നാണ് ഭീഷണി. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ച് ഏകാധിപത്യത്തിന്റെയും സനാതനത്തിന്റെയും ചങ്ങലകൾ തകർക്കണമെന്ന കമലിന്റെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ബഹിഷ്കരണ ഭീഷണികൾ. മഹാരാഷ്ട്രയിലെ BJP മുൻ വക്താവ് ആരതി അരുൺ സാധയെ ബോംബെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിച്ചതിൽ പ്രതിഷേധം ശക്തം. നിയമനത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തി. നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷത നിലനിൽക്കണമെങ്കിൽ ആരതി സാധയുടെ നിയമനം റദ്ദാക്കണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ. സുപ്രീംകോടതി കൊളീജിയം ജൂലൈ 28-ന് ചേർന്ന യോഗത്തിലാണ് തീരുമാനം.
രൂപയുടെ മൂല്യത്തിൽ നേരിട്ട സമ്മർദ്ദങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ 5.5% തന്നെ നിലനിർത്താൻ RBI തീരുമാനം. നിഷ്പക്ഷ നിലപാട് തുടരാൻ MPC ഏകകണ്ഠമായി തീരുമാനിച്ചതായി RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് വിസ കൂടാതെ പ്രവേശനം അനുവദിക്കാൻ ഫിലിപ്പീൻസിൽ നിന്നുള്ള യാത്രക്കാർക്ക് സൗജന്യ വിസ സൗകര്യം അനുവദിക്കും. ഡൽഹിയിൽ നിന്ന് ഫിലിപ്പീൻസ് തലസ്ഥാനമായ മനിലയിലേക്കും തിരിച്ചും നേരിട്ടുള്ള വിമാന സർവീസ് വർഷാവസാനത്തോടെ തുടങ്ങുന്ന ധാരണയായി. ബീഹാറിൽ ദുരഭിമാനക്കൊല. ജാതിമാറി വിവാഹം കഴിച്ചതിന് ഭാര്യാപിതാവ് യുവാവിനെ വെടിവെച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് ദർഭംഗ മെഡിക്കൽ കോളേജിൽ 2ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായ രാഹുൽ കുമാർ. വിവാഹത്തിൽ ഭാര്യ തന്നുവിന്റെ കുടുംബത്തിന് എതിർപ്പുണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തീരുവ സംബന്ധിച്ച ചർച്ചകൾക്കായി എപ്പോൾ വേണമെങ്കിലും തന്നെ വിളിക്കാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം നിരസിച്ച് ബ്രസീൽ പ്രസിഡന്റ് ലൂല ഡ സിൽവ. തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ലോക വ്യാപാര സംഘടന ഉൾപ്പെടെയുള്ള എല്ലാ മാർഗങ്ങളും ബ്രസീൽ ഉപയോഗിക്കുമെന്ന് ലൂല ഡ സിൽവ. ഇതോടെ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു.